ബിഗ് ബോസ് മലയാളം സീസൺ 6 വിജയിയായത് സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോയാണ്. എന്നാൽ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ജിൻഡോയെക്കുറിച്ച് വരുന്നത് അത്ര സുഖകരമായ വാർത്തകളൊന്നും തന്നെയല്ല. അടുത്തിടെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ജിൻഡോയെ എക്സൈസ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന് പുതിയൊരു കേസും ജിൻഡോയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജിൻഡോയുടെ സ്വഭാവം തങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണ് എന്നും അതിനാൽ കേസിൽ പെട്ടുവെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടൽ തോന്നിയില്ല എന്നും പറയുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഫെയിം സിജോ. ഒരു ഫംഗ്ഷൻ പോലും ജിൻഡോയെ ക്ഷണിക്കാറില്ല എന്നും അയാൾ വന്നാലും സ്ത്രീകളോടുള്ള പെരുമാറ്റം മോശമാണ് എന്നും സിജോ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ പറഞ്ഞിരിക്കുകയാണ്. 20 ലക്ഷത്തിനടുത്തുള്ള പണം മുടക്കി PR-ന് ആളെ നിർത്തിയാണ് ബിഗ് ബോസ് ജിൻഡോയെ വിജയിച്ചത് എന്നും സിജോ പറയുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമം, ജിൻഡോയ്ക്ക് എതിരെ കേസ്, വീണ്ടും ജിൻഡോയ്ക്ക് എതിരെ പുതിയൊരു കേസ് കൂടി വന്നിരിക്കുന്നു. നേരത്തെ ലഹരിയുമായി കേസ് ഉണ്ടായിരുന്നു, അതിനെ ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പുതിയ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ സീസണിൽ ഉണ്ടായിരുന്ന ആളുകളെ ഞങ്ങൾക്ക് അറിയാവുന്നത് പോലെ പ്രേക്ഷകർക്ക് പോലും അറിയില്ല. ബിഗ് ബോസിൽ നടന്നതും കണ്ടതും കേട്ടതുമായ പല കാര്യങ്ങളും ആളുകൾ പുറത്ത് പറയാറില്ല. അത് 1 ഇയർ എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ടാണ് പറയാത്തത്. പേയ്മെൻ്റ് അടക്കമുള്ളതിൽ ഭാവിയിൽ ബുദ്ധിമുട്ട് വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് കൂടിയാണ് പറയാത്തത്. അതുകൊണ്ട് 1 വർഷം കഴിഞ്ഞ അനുഭവങ്ങൾ മത്സരാർത്ഥികൾ പറയാൻ തയ്യാറായാൽ ആളുകൾ വിശ്വസിക്കാറുമില്ല. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന് ജിൻഡോയ്ക്കെതിരെ കേസ് വന്നപ്പോൾ എനിക്കൊരു ഞെട്ടൽ ഫീൽ തോന്നിയില്ല. കാരണം ഞങ്ങളുടെ സീസണിൽ പങ്കെടുത്തവരെല്ലാവരും ഇങ്ങനൊരു കേസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഹൗസിൽ ഞങ്ങൾ കണ്ട ജിൻഡോയെ അല്ല പ്രേക്ഷകരായ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ജിൻഡോ വിജയിയാകില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും 100% ഉറപ്പായിരുന്നു. അത് അസൂയ കൊണ്ട് പറയുന്നതാണ് എന്ന് കരുതണ്ട. ഒരു കുശുമ്പും ജിൻഡോയ്ക്കായിട്ട് എനിക്കില്ല. ജിൻഡോയോട് ഞങ്ങൾ പറഞ്ഞതും ചോദ്യം ചെയ്തതുമായുള്ള ഫ്യൂട്ടേജുകളൊന്നും ബിഗ് ബോസ് ടീം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുമില്ല. പകരം ഒരു പാവപ്പെട്ട നന്മകൾ ഒരുപാടുള്ള വ്യക്തി എന്ന രീതിയിലാണ് പ്രേക്ഷകരിലേക്ക് ജിൻഡോയെ എത്തിച്ചത്. വലിയൊരു PR കൊടുത്തിട്ടാണ് ജിൻഡോ മത്സരിക്കാൻ വന്നത്. 15 മുതൽ 20 ലക്ഷം രൂപയ്ക്കാണ് ജിൻഡോ PR വർക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു PR ടീം കപ്പ് നേടാൻ ജിൻഡോയെ സഹായിച്ചു. തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നീട് ജിൻഡോ PR ടീമിനെ പറ്റിക്കുകയായിരുന്നു. സ്ത്രീകളോടുള്ള ജിൻഡോയുടെ പെരുമാറ്റവും ഞങ്ങൾ അയാളെക്കുറിച്ച് കേട്ട കഥകളുമെല്ലാം നിരവധിയാണ്. അതുകൊണ്ടാണ് സീസൺ 6 മത്സരാർത്ഥികളുടെ ഫംഗ്ഷനുകളിൽ ജിൻഡോയെ കാണാത്തത്. ജിൻഡോ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഹൗസിൽ വെച്ച് തന്നെ ജിൻഡോയുടെ സ്വഭാവം ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ക്വാളിറ്റി ഇല്ലാത്ത വിന്നറാണ് ജിൻഡോ എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ വിവാഹത്തിന് മാത്രമേ ജിൻഡോയെ ക്ഷണിച്ചിട്ടുള്ളൂ. ബാച്ചുലർ പാർട്ടിക്ക് ഒന്നും ക്ഷണിച്ചിട്ടില്ല. അതിന് കാരണം ജിൻഡോ വന്നാൽ സ്ത്രീകൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. ജിൻഡോയുടെ ഡ്രാമയിൽ ഇനിയെങ്കിലും നിങ്ങൾ വീണു പോകരുത് എന്നാണ് സിജോ പറയുന്നത്.